പ്ലാൻ ബി വേണമെന്ന് പറയുന്നൊരു സാധനം. അതായത് താൻ പ്രത്യേകിച്ച് സ്പോർട്സിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ സ്വന്തം നാട്ടിൽ നമ്മുടെ ബൗളേഴ്സിന് അനുകൂലമായ രീതിയിൽ പിച്ചുണ്ടാക്കുന്നു, സ്പിന്നേഴ്സിന് അനുകൂലമായ രീതിയിൽ പിച്ചുണ്ടാക്കുന്നു, ഇന്ത്യ നിരന്തരം മത്സരങ്ങൾ വിജയിക്കുന്നു. അതെല്ലാം ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങി. ഈഡൻ ഗാർഡൻസിലായാലും കഴിഞ്ഞ തവണ ന്യൂസിലൻഡ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തപ്പോഴൊക്കെ നല്ല 2 ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യ പുഷ്പം പോലെ വീഴ്ത്താമെന്നുള്ളത് എല്ലാവരും പഠിച്ചു. ഇന്ത്യ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെയാണ് ബ്രണ്ടൻ മക്കലോം കളിക്കുന്നത്. അവരുടെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ പോലും ഇന്ത്യയുടെ യുവനിര ഒരു മാറ്റത്തിന് മാറ്റം കഴിഞ്ഞ് വരുന്നൊരു ട്രാൻസിഷൻ പീരീഡിലൊരു ടീം ഇന്ത്യ 2-2 ഡ്രോ പിടിച്ചു ഇംഗ്ലണ്ടിൽ വെച്ചിട്ട്. അതും അവരിനി പിന്നെ പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. അവിടെ പറഞ്ഞ പോലെ 14 വർഷമായിട്ട് ഒരു മത്സരം പോലും വിജയിക്കാത്ത രീതിയിലുള്ളൊരു പിച്ചിൽ പോയിട്ട് പോലും ഇതേ രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് 2-3 വിക്കറ്റ് പോകുമ്പോഴുമല്ലോ കഴിഞ്ഞ ദിവസം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന ലഞ്ചിന് ശേഷമുള്ള ഒരു മൊമെന്റിലെങ്കിലും അവരൊന്ന് റീതിങ്ക് ചെയ്ത് കുറച്ചൊന്ന് ഡിഫെൻസീവായി എല്ലാ ബോളും അടിച്ചു പറത്തണം എന്നുള്ള രീതിയിലൊന്ന് മാറി കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫലം മറ്റൊന്നായിരുന്നു. ഇത് ചെറിയൊരു ടാർഗറ്റ് എന്ന് തോന്നിയതുകൊണ്ടും കൂടിയാണ് ആ രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചതെന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല ഇതിൽ അതായത് നമ്മൾ ഈ പ്ലാൻ ബി എപ്പോഴും കാണണമെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് സ്പെയിൻ ഫുട്ബോൾ ടീമിൻ്റെ വിഖ്യാതമായ ടിക്കി ടാക്ക നമുക്കറിയാം. 2010-കളിലൊക്കെ ഒരാൾക്ക് പോലും 2008 യൂറോ കപ്പ് അടിക്കുന്നു, 2010 വേൾഡ് കപ്പ് അടിക്കുന്നു, 2012 യൂറോ കപ്പ് അടിക്കുന്നു. ഒരു ടീമിനും തൊടാൻ പറ്റാത്ത രീതിയിലാണ് ടിക്കി ടാക്കയും കൊണ്ട് സ്പെയിന് കളിക്കുന്നത്, കുറേ വാസുകളും കൊണ്ട്. പക്ഷേ ടോട്ടൽ ഫുട്ബോൾ അടിച്ചുകൊണ്ട് സ്പെയിനെ വീണ്ടും ആൾക്കാർ സ്പെയിൻ്റെ ബലഹീനത മനസ്സിലാക്കിയാണ്ട് തിരിച്ചറിയുന്നു. അതിൽ നിന്ന് സ്പെയിനെ കുറച്ച് കരകയറി വരാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ ഒരു ഓപ്ഷൻ ബി, പ്ലാൻ ബി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ സമയത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ടെസ്റ്റിലെന്നൊക്കെ പറയുന്നത് 5 ദിവസമുണ്ട്. ഒരു ഇന്നിങ്സിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്ത ഇന്നിങ്സിൽ ഗംഭീരമായി കയറാം. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളും നമ്മളത് കണ്ടു. ഇപ്പോൾ ഈഡൻ ഗാർഡൻസിൽ സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയിട്ടാണ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ 90 റൺസിന് കൂടാരം കയറ്റുന്നത്. ഇവിടെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ 40 റൺസ് വഴങ്ങിയിട്ടാണ് പിന്നീട് ജയിച്ചു കയറുന്നത്. അപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഒന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത്, വേണ്ടത്ര പ്ലാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനം.